JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നടന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. KSCARDB അസിസ്റ്റന്റിന്റെ പരീക്ഷാ തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സിലബസ് എന്താണ്? അപ്പോൾ ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയൽ ഉണ്ട്. അത് ഏറ്റവും പുതിയ സിലബസും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ പ്രീവിയസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്കറായിട്ട് തന്നെ പരീക്ഷയെ നേരിടാവുന്ന രീതിയിലാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. റാങ്ക് ഫയൽ എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയേക്കുന്നത് എന്നൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ വേക്കൻസീസ്, അപേക്ഷകരുടെ എണ്ണം എല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ നോക്കാം. 16,580 55,005 ആണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് KSCARDB. അപ്പോൾ അതിന്റെ നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്, അതായത് വേക്കൻസി കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ധാരാളം അവസരങ്ങൾ ഉണ്ടാകും, ഒഴിവുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന്റെ സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ 50 മാർക്കും ബാങ്കിങ് 40 മാർക്കും IT ആൻഡ് സൈബർ ലോസ് 10 മാർക്കുമാണ് ഇതിന്റെ സിലബസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ റാങ്ക് ഫയൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. റാങ്ക് ഫയലിന്റെ അത് ഈ സിലബസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അതിന്റെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാം ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ഉത്തരങ്ങൾ, പ്രീവിയസ് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, എക്സ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് റാങ്ക് കരസ്ഥമാക്കാവുന്ന രീതിയിലാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ ടോപ്പിക് IT സൈബർ ലോ എല്ലാത്തിൻ്റെയും എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റാങ്ക് വാങ്ങാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. കൂടാതെ ഇതിന്റെ 380/2025 പരീക്ഷാ തീയതി 28/2/2020 ആണ് പരീക്ഷാ തീയതി വരുന്നത്. സാറ്റർഡേ ആണ്. അതിന്റെ പരീക്ഷ ഇംഗ്ലീഷിലാണ് പരീക്ഷ നടക്കുന്നത്. അതിന്റെ അപേക്ഷകരുടെ എണ്ണം 68,953 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കൺഫർമേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവുകളൊക്കെ വരാനുള്ള ചിലപ്പോൾ സാധ്യത ഉണ്ടാവാം. ഇപ്പോൾ നിലവിലെ അപേക്ഷകരുടെ എണ്ണം 68,953 പേരാണ് അപേക്ഷകർ ഉള്ളത്. അടുത്ത 381/2025 അസിസ്റ്റന്റ് പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറിയാണ്. അവിടെ അപേക്ഷകരുടെ എണ്ണം 147 ആണ്. അപ്പോൾ പരീക്ഷ 28/2/2026 സാറ്റർഡേ ആണ് പരീക്ഷ. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ റാങ്ക് വാങ്ങാവുന്ന രീതിയിൽ റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ള ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് തന്നെ റാങ്ക് ഫയൽ വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്ന ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.